സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് ചൂടിലേക്കാണ് പോകുന്നത്. നമുക്കറിയാം, ഇന്ന് നാമനിർദ്ദേശ പത്രികാ സമർപ്പണം തുടങ്ങിയിട്ടുണ്ട്. കൊല്ലത്തെ LDF സ്ഥാനാർത്ഥി മുകേഷും കാസർകോട്ടെ NDA സ്ഥാനാർത്ഥി അശ്വിനിയും ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയുണ്ടായി. നമ്മൾ ഇന്ന് കൊല്ലം മണ്ഡലത്തിന്റെ ഒരു സമഗ്ര ചിത്രമാണ്. ഇടത് സോഷ്യലിസ്റ്റ് പാർട്ടികൾക്ക് ഏറെ സ്വാധീനമുള്ള ലോക്സഭാ മണ്ഡലമാണ്. നമുക്കറിയാവുന്നതുപോലെ കൊല്ലം 1957 മുതലുള്ള കൊല്ലത്തിന്റെ ചിത്രം ഇത് വ്യക്തമാക്കുന്നതാണ്. മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ തെരഞ്ഞെടുപ്പുകളിൽ വിജയിച്ചത് RSP ആണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചെങ്കൊടി പാറിക്കുന്ന, എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു മടിയുമില്ലാതെ ഇടതുപക്ഷത്തെ തോൽപ്പിക്കുകയാണ് കഴിഞ്ഞ 10 കൊല്ലമായി കൊല്ലം മണ്ഡലം. ഇക്കുറിയെങ്കിലും കൊല്ലം പിടിച്ചെടുത്തേ മതിയാകൂ എന്ന വാശിയിലാണ് ഇടതുപക്ഷമുള്ളത്. നമുക്കറിയാം, നടൻ മുകേഷിനെ തന്നെ രംഗത്തിറക്കിക്കൊണ്ട് വലിയ ആവേശത്തിലാണ് ഇടതുപക്ഷത്തിന്റെ പ്രചരണം മുന്നോട്ട് പോകുന്നത്. എന്നാൽ വിട്ടുകൊടുക്കാൻ മനസ്സില്ലെന്ന നിലപാടിൽ തന്നെയാണ് UDF. അട്ടിമറി ജയമാണ് NDA ലക്ഷ്യമിടുന്നത്. ഏറെ ആകാംക്ഷയോടെയാണ് കൊല്ലത്തെ മത്സരത്തെ രാഷ്ട്രീയ കേരളം നോക്കിക്കാണുന്നത്. അല്ലമീനും റോഷിപാലും ദിലീപ് ദേവസിയും നമുക്ക് ഇതിന്റെ സമഗ്ര ചിത്രം പ്രേക്ഷകരിലേക്ക് എത്തിക്കും. അതിനു മുൻപ് നമുക്ക് സ്ഥാനാർത്ഥികളെ കൂടി പരിചയപ്പെടേണ്ടതുണ്ട്. നമ്മുടെ റിപ്പോർട്ടർമാർ തയ്യാറാണ്. അതിനു മുൻപ് സ്ഥാനാർത്ഥികളെ നമുക്കൊന്ന് പരിചയപ്പെടാം. NK പ്രേമചന്ദ്രൻ, ഇടതിനൊപ്പം UDF-നൊപ്പവും നിന്ന് കൊല്ലം പിടിച്ചിട്ടുള്ള NK പ്രേമചന്ദ്രൻ തന്നെയാണ് UDF-ന്റെ പോരാളി. കൊല്ലത്തിന്റെ രാഷ്ട്രീയ ചരിത്രം റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി അഥവാ RSP-യുടേത് കൂടിയാണ്. RSP-യുടെ N ശ്രീകണ്ഠൻ നായർ എന്ന അധികായനിൽ തുടങ്ങി NK പ്രേമചന്ദ്രന്റെ 2 ടേമിൽ എത്തി നിൽക്കുന്നു കൊല്ലം മണ്ഡലത്തിന്റെയും RSP-യുടെയും ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചരിത്രം. സമ്പന്നമായ സാമൂഹിക സാംസ്കാരിക ചരിത്രമുള്ള നാടാണ് കൊല്ലം. കശുവണ്ടി മേഖല, തീരദേശ മേഖല, അങ്ങനെ സാധാരണക്കാരായ തൊഴിലാളി വർഗം ഏറെയുള്ള മണ്ഡലമാണ് കൊല്ലം. തൊഴിലാളി സംഘടനകളും സാമുദായിക സംഘടനകളും സ്വീകരിക്കുന്ന നിലപാട് തന്നെയാണ് പ്രധാനമായും കൊല്ലത്തെ ജയപരാജയങ്ങൾ തീരുമാനിക്കുകയും ചെയ്യുക. കശുവണ്ടി തൊഴിലാളികളും കരിമണൽ തൊഴിലാളികളും മത്സ്യബന്ധന തൊഴിലാളികളും കക്ക വാരുന്നവരും ഉൾപ്പെടെ അടിസ്ഥാന വർഗത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു അതനുസരിച്ച് തന്നെയായിരിക്കും പോളിംഗ് ബൂത്തിൽ കൊല്ലത്തിന്റെ പ്രതികരണവും ഉണ്ടാവുക. CPM-ന്റെ സ്ഥാനാർത്ഥിയുടെ അമിതമായ ആത്മവിശ്വാസം ഞങ്ങൾക്ക് നല്ല ആത്മവിശ്വാസം നൽകുന്നുണ്ട്. ഞങ്ങൾക്ക് അമിതമായ ആത്മവിശ്വാസമല്ല, നല്ല ആത്മവിശ്വാസമാണ്. അല്ലമീനുണ്ട്. അല്ലമീൻ, NK പ്രേമചന്ദ്രൻ തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം കൊല്ലത്തെ ഓരോരുത്തരും പരിചിതരാണ്. ഇത്രയും വർഷമായി അവിടെ സാധാരണക്കാർക്കിടയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. നമ്മൾ ഈ പറഞ്ഞതുപോലെ സാധാരണക്കാരായ തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവരോട് അടുത്ത് നിൽക്കുന്ന ഒരു പ്രേമചന്ദ്രനെയാണ് അവിടെ കാണാൻ സാധിക്കുക. എന്ന് മാത്രമല്ല, ലോക്സഭയിലായാലും വാശിയേറിയ അല്ലെങ്കിൽ പ്രതിപക്ഷത്ത് നിന്നുകൊണ്ട് ഉച്ചത്തിൽ കേരളത്തിന് വേണ്ടി സംസാരിക്കുന്ന ഒരാളെ കൂടിയാണ് നമ്മൾ കാണാൻ കഴിയുന്നത്. അപ്പോൾ പ്രേമചന്ദ്രനെ സംബന്ധിച്ചിടത്തോളം കൊല്ലത്തിൽ ഇപ്പോൾ പ്രചാരണം ഏതാണ്ട് ഉച്ചസ്ഥായിയിൽ എത്തി നിൽക്കുമ്പോൾ ആദ്യഘട്ടമൊക്കെ കഴിഞ്ഞിരിക്കുന്നു. എത്രത്തോളം പ്രതീക്ഷയാണ് ഇപ്പോൾ അദ്ദേഹത്തിന് അവിടെ ഉള്ളത്? പ്രതീക്ഷകൾക്കപ്പുറം ഏതെങ്കിലും ആശങ്കയുടെ തരുമ്പ് പോലും ഇല്ല എന്നുള്ളതാണ് വ്യക്തിപരമായി NK പ്രേമചന്ദ്രനും UDF-ഉം കോൺഗ്രസും RSP-യും ഒക്കെ പറയുന്നത്. കാരണം കൊല്ലത്തേതായാലും ചെങ്കൊടി പാറുമെന്നുള്ളത് ഉറപ്പാണ്. അത് പക്ഷേ RSP-യുടെ ചെങ്കൊടി ആയിരിക്കുമെന്നുള്ള പൂർണ്ണ ആത്മവിശ്വാസം നേതൃത്വത്തിനുണ്ട്. പല മത്സരം ഈ NK പ്രേമചന്ദ്രനെ പിടിച്ചുകെട്ടുന്നതിനായി പാർട്ടിയിലെ വമ്പന്മാരെയൊക്കെ കളത്തിലിറക്കി കളിച്ച ചരിത്രമാണ് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും കാണാനാകുന്നത്. അതിലാദ്യം ഇടതുമുന്നണിയിൽ നിന്ന് പിണങ്ങി UDF-ലേക്ക് വരുന്നു RSP. അതിനുശേഷം അവിടെ സ്ഥാനാർത്ഥിയായി NK പ്രേമചന്ദ്രൻ വരുന്നു. അന്ന് മുഖ്യമന്ത്രി, ഇന്നത്തെ മുഖ്യമന്ത്രി, അന്നത്തെ പാർട്ടി സെക്രട്ടറി ആയിരുന്നു പിണറായി വിജയൻ. അവിടെ ചെന്ന് NK പ്രേമചന്ദ്രനെതിരെ നടത്തിയ ചില പരാമർശങ്ങളൊക്കെ വലിയ വിവാദമായിരുന്നു. അന്ന് എന്തു വില കൊടുത്തും NK പ്രേമചന്ദ്രനെ പൂട്ടിക്കണമെന്ന ലക്ഷ്യത്തോടെ PB അംഗമായ MA ബേബിയെയാണ് അന്ന് രംഗത്തിറക്കിയത്. കടുത്ത പോരാട്ടമെന്ന് നടക്കുമ്പോഴും ഏതാണ്ട് 37,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ NK പ്രേമചന്ദ്രനെ വിജയിച്ചു കയറാനായി. കഴിഞ്ഞ 2019-ലും അതിനേക്കാൾ വലിയ, അതായത് MA ബേബിയേക്കാൾ കരുത്തനായ ഒരു സാരഥിയെ രംഗത്തിറങ്ങി ഏതു വിധേനയും RSP-യുടെ തേരോട്ടം, അതോടൊപ്പം NK പ്രേമചന്ദ്രന്റെ തേരോട്ടം തടയുക എന്ന ലക്ഷ്യത്തോടെ KN ബാലഗോപാലിനെ രംഗത്തിറക്കുന്നു. പാർട്ടിപരമായി, സംഘടനാപരമായി എല്ലാ തരത്തിലും സജ്ജമായിരുന്നു CPM അന്ന്. എന്ന് മാത്രമല്ല, പാർലമെന്റ് അംഗം എന്ന നിലയിൽ മികച്ച ഒരു ട്രാക്ക് റെക്കോർഡുള്ള ആളുകൂടിയായിരുന്നു KN ബാലഗോപാൽ. അന്ന് മത്സരിക്കാനിറങ്ങുമ്പോഴും ഏതാണ്ട് 1.5 ലക്ഷത്തോളം വോട്ടുകളുടെ ചരിത്രപരമായ ഭൂരിപക്ഷത്തിലാണ് NK പ്രേമചന്ദ്രൻ വിജയിച്ചു കയറുന്നത്. ഇത്തവണ മുകേഷ് എന്ന എതിർ സ്ഥാനാർത്ഥി വരുമ്പോൾ എത്ര വലിയ അട്ടിമറി നടന്നാലും ഈ 1.5 ലക്ഷത്തോളം ഭൂരിപക്ഷത്തെ ഒരു തരത്തിലും ഇടിച്ചുതാക്കാനാകില്ല എന്ന പൂർണ്ണമായ ആത്മവിശ്വാസം അവർക്കുണ്ട്. കൊല്ലത്തിൻ്റെ സ്വന്തം പ്രേമലുവായി NK പ്രേമചന്ദ്രൻ മാറും എന്നുള്ള പൂർണ്ണ ആത്മവിശ്വാസവും അവർക്കുണ്ട്. മറ്റൊന്ന്, NK പ്രേമചന്ദ്രനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള നെഗറ്റീവ് പ്രതിച്ഛായ മണ്ഡലത്തിലില്ല എന്നുള്ളതാണ് അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന ഒരു ഘടകം. മികച്ച പാർലമെന്റേറിയൻ, പാർലമെന്റിനകത്തെ മികച്ച പ്രകടനം,
അതിന് ലഭിച്ച അംഗീകാരങ്ങൾ അതൊക്കെ തന്നെ ആളുകൾ വലിയ രീതിയിൽ കാണുന്നുണ്ട്. ഒപ്പം RSPക്ക് മണ്ഡലത്തിലുടനീളമുള്ള സ്വാധീനവും അവർ വലിയ രീതിയിൽ പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു ഘടകമാണ്. ഇടത് വോട്ടുകളെ പോലും ചോർത്തിക്കൊണ്ടാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ NK പ്രേമചന്ദ്രൻ പോരാട്ടം നടത്തിയിട്ടുള്ളത്, കുതിച്ചുകയറ്റം നടത്തിയിട്ടുള്ളത്. അങ്ങനെ ഇടത് വോട്ടുകളിൽ പോലും, ഇടത് കോട്ടകളിലും ഇടത് വോട്ടുകളിലും ഒരുപോലെ ചോർച്ച നടത്തി ആ വോട്ടുകൾ പിടിച്ചെടുത്ത് മുന്നേറുന്ന NK പ്രേമചന്ദ്രനെ വിറപ്പിക്കാനാണെങ്കിൽ പോലും അല്പമൊന്ന് വീർക്കേണ്ടി വരും മുകേഷ് എന്നുള്ളതാണ് നേതൃത്വം ആണയിട്ട് പറയുന്നത്. ഇവിടെ NK പ്രേമചന്ദ്രനെതിരെ ഏതെങ്കിലും തരത്തിൽ ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി ഇടതുമുന്നണിക്ക് നടത്താനുണ്ടെങ്കിൽ അതിൽ ഏറ്റവും പ്രധാനമായി അവർ ഫോക്കസ് ചെയ്യുന്നത് പ്രധാനമന്ത്രിക്കൊപ്പമുള്ള വിരുന്ന് സൽക്കാരമാണ്. അത് പക്ഷേ ആ രീതിയിൽ NK പ്രേമചന്ദ്രനെ അറിയുന്ന ആളുകൾക്ക്, NK പ്രേമചന്ദ്രൻ്റെ മതേതര സ്വഭാവം അറിയുന്ന ആളുകൾക്ക് മുന്നിൽ ആ ഒരു ആയുധം അങ്ങനെ അങ്ങ് ഏശിയിട്ടുമില്ല. അതുകൊണ്ട് അതിൽ വലിയ ആശങ്ക UDF ക്യാമ്പിനോ RSP ക്യാമ്പിനോ ഇല്ലതാനും. എല്ലാം കൊണ്ടും RSPയുടെ തറവാട് ഭൂമിയാണ് കൊല്ലം എന്നുള്ളത് കൊണ്ട് തന്നെ വലിയ വിജയപ്രതീക്ഷയും ആത്മവിശ്വാസവും അവർക്കുണ്ട്. എത്ര വലിയ അട്ടിമറി നടന്നാലും വളരെ സുഗമമായി തന്നെ വിജയിച്ചു കയറാനാകും. ഇനി അത്രമേൽ വലിയ അട്ടിമറിയോ അത്രമേൽ വലിയ ആരോപണങ്ങളോ ഇനി അങ്ങോട്ട് വന്നു വീണാൽ പോലും കഴിഞ്ഞ തവണ ഉണ്ടായ 1.5 ലക്ഷം എന്ന ഭൂരിപക്ഷത്തെ നേരിയ തോതിൽ കുറയ്ക്കാമെന്നല്ലാതെ അതുപോലും നടക്കില്ല എന്ന് അവർ ഉറപ്പിച്ച് പറയുന്നു. അങ്ങനെ അപ്രതീക്ഷിതമായി എന്തെങ്കിലും ട്വിസ്റ്റ് സംഭവിച്ചാൽ പോലും ആ 1.5 ലക്ഷം വോട്ടുകൾ അതിജയിച്ചുകൊണ്ട് മുകേഷിന് വിജയിച്ചു വരാനാകില്ല എന്നുള്ള പൂർണ്ണ വിശ്വാസത്തിൽ തന്നെയാണ് NK പ്രേമചന്ദ്രനും അതുപോലെ തന്നെ UDFും RSPയും മുന്നോട്ട് പോകുന്നത്. അതേസമയം ഏത് തരത്തിലും മുകേഷ് എന്നുള്ള ജനകീയനെ രംഗത്തേക്ക് ഇറങ്ങുമ്പോൾ NK പ്രേമചന്ദ്രനെ പിടിച്ചുകെട്ടുക, തളയ്ക്കുക എന്നതിലപ്പുറത്തേക്ക് ഒന്നും CPM മുന്നിൽ കാണുന്നില്ല. പക്ഷേ അത് സാധ്യമല്ല. ഇത്തവണയും ഹാട്രിക് വിജയം നേടി പാർലമെന്റിൽ മികച്ച പാർലമെന്റേറിയനായുള്ള പ്രവർത്തനം തുടരാൻ NK പ്രേമചന്ദ്രന് സാധിക്കുമെന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് അവർക്കുള്ളത്. പ്രധാനമായും കർഷകർ, അതുപോലെ തന്നെ കശുവണ്ടി തൊഴിലാളികൾ, സാധാരണ ആളുകൾ, മലയോര മേഖലയിലെ ആളുകൾ, അതോടൊപ്പം തന്നെ സാമുദായിക സമവാക്യവും അവിടെ ഏറെ പ്രധാനമാണ്. ആ സാമുദായിക സമവാക്യങ്ങളൊക്കെ തന്നെ തങ്ങൾക്ക് അനുകൂലമാണ് നിലവിൽ എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് NK പ്രേമചന്ദ്രൻ അങ്ങനെയെങ്കിൽ കൊല്ലത്തെ കോട്ട കാക്കാൻ പ്രേമചന്ദ്രനെ ഏറെ പണിപ്പെടേണ്ടി വരില്ല എന്നാണ് അല്ലമീൻ പറയുന്നത്. പക്ഷേ പ്രേമചന്ദ്രന് എതിരാളികളായി എത്തിയത് മലയാള സിനിമയിലെ 2 പേരാണ്, മുകേഷും കൃഷ്ണകുമാറും. അവരുടെ ഒരു സാധ്യതകൾ എത്രത്തോളമാണ് എന്ന് നമുക്ക് നോക്കേണ്ടതുണ്ട്. മുകേഷിലേക്ക് പോയാൽ MLA-യും നടനുമായ മുകേഷിനെയാണ് കൊല്ലം പിടിച്ചെടുക്കാനുള്ള പാർട്ടി ദൗത്യം ഏൽപ്പിച്ചിരിക്കുന്നത്. ഇടത് കോട്ടയാണ് കൊല്ലം. കൊല്ലത്തെ അങ്ങനെ മാറ്റിയതിൽ വലിയ പങ്ക് വഹിച്ച നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അടിമുടി ചുവക്കുന്ന കൊല്ലത്തിന്റെ ഇടത് രാഷ്ട്രീയം ജില്ലയിൽ വേരൂന്നിയതിൽ നിർണായക പങ്ക് വഹിച്ചയാളാണ് കാളിദാസ കലാകേന്ദ്രത്തിന്റെ സ്ഥാപകൻ കൂടിയായ O. മാധവൻ. ആ O. മാധവന്റെ മകനാണ് മുകേഷ്. അതുകൊണ്ട് തന്നെ മലയാള സിനിമയിലെ സുപ്രധാന മുഖവുമായ മുകേഷിന് ജില്ലയിൽ മുഖവുരകളുടെ ഒന്നും ആവശ്യമില്ല. ജനകീയനായ, സരസനായ, ഇടതുപക്ഷക്കാരനായ മുകേഷിന് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൊല്ലത്തെ ചുവപ്പിക്കാനാകുമോ എന്ന് ചോദിച്ചാൽ ആ സാധ്യത അത്ര പെട്ടെന്നൊന്നും തള്ളിക്കളയാനുമാകില്ല. അത് ആദ്യത്തെ ദിവസം തന്നെ ഉറപ്പിച്ചു കഴിഞ്ഞു. റോഷിപാലുണ്ട്. റോഷിപാൽ, ആദ്യത്തെ ദിവസം തന്നെ ഞാൻ വിജയം ഉറപ്പിച്ചു എന്നാണ് ഇപ്പോൾ മുകേഷ് പറഞ്ഞത്. അങ്ങനെ ഈ പ്രേമചന്ദ്രന്റെ ഒരു കോട്ട ഇളക്കാൻ തക്ക വിധം ഒരു വാലിബനായി എത്താൻ കഴിയുമോ മുകേഷിന് അവിടെ? വിനീത, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ 7 നിയമസഭാ മണ്ഡലങ്ങളിൽ 6 നിയമസഭാ മണ്ഡലവും ഇടത് കോട്ടയായി തന്നെ നിലനിൽക്കുന്നുണ്ട്. അവിടെ കുണ്ടറയെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ അതുതന്നെയാണ് LDF ക്യാമ്പിന്റെ പ്രതീക്ഷയും. വോട്ടിംഗ് ശതമാനം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ വലിയ മുന്നേറ്റം അവിടെ കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ LDFിനുണ്ട്. അത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആവർത്തിക്കുമെന്ന പ്രതീക്ഷ. ഒന്ന്, ഇടത് കോട്ടയാണ്. യഥാർത്ഥ ഇടതുപക്ഷം CPM നേതൃത്വം നൽകുന്ന LDFുമാണെന്ന് ആവർത്തിച്ചു പറയുന്നു. മറ്റൊന്ന്, നേരത്തെ അല്ലമീൻ നിർത്തിയെടുത്തുന്ന കഴിഞ്ഞ ഈ ലോക്സഭാ സമ്മേളനം കഴിഞ്ഞതിന് തൊട്ടു പിന്നാലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം NK പ്രേമചന്ദ്രൻ വിരുന്നിൽ പങ്കെടുത്തത് അത് പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയമാക്കി മാറ്റുന്നതിൽ ഇടത് മുന്നണി പൂർണ്ണമായും വിജയിച്ചു കഴിഞ്ഞു. മണ്ഡലത്തിലുടനീളം അത് താഴെത്തട്ടിൽ വരെ അത് ചർച്ചയാക്കി. അത് ഏത് തരത്തിൽ തെരഞ്ഞെടുപ്പിൽ എഫക്റ്റ് ചെയ്യുമെന്ന് നമുക്കിപ്പോൾ വിലയിരുത്താൻ കഴിയില്ല. എങ്കിൽ പോലും ഇടത് ക്യാമ്പ് ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത് ന്യൂനപക്ഷ വോട്ടുകൾ പിടിച്ചെടുക്കാൻ, അത് ഇടത് ക്യാമ്പിലേക്ക് എത്തിക്കാൻ ഈ വിരുന്ന് വഴിയൊരുക്കുമെന്ന പ്രതീക്ഷ. മറ്റൊന്ന്, സാധാരണഗതിയിൽ കരുത്തരായ സ്ഥാനാർത്ഥികളെ BJP കൊല്ലത്ത് രംഗത്തിറക്കാറില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ദുർബലരായ സ്ഥാനാർത്ഥികളായിരുന്നു BJPക്ക് വേണ്ടി മത്സരിച്ചിരുന്നത്. പക്ഷേ ഈ തവണ അങ്ങനെയല്ല. എല്ലാവർക്കും അറിയുന്ന ഒരു വ്യക്തിയെ തന്നെ, ഒരു സിനിമാ താരത്തെ തന്നെ BJP രംഗത്തിറക്കി. അതുകൊണ്ട് BJP വോട്ടുകൾ BJP സ്ഥാനാർത്ഥിക്ക് തന്നെ ലഭിക്കുകയാണെങ്കിൽ, അത് NK പ്രേമചന്ദ്രന് മറച്ചു കൊടുത്തില്ലെങ്കിൽ ഉറപ്പായി
ഉറപ്പായും LDF വിജയിക്കും, മുകേഷ് വിജയിക്കും. മുകേഷിൻ്റെ ഒരു പ്രത്യേകത, കഴിഞ്ഞ 2 വട്ടമായി കൊല്ലം നിയമസഭാ മണ്ഡലത്തിൽ വിജയിക്കുന്നു. അവിടെ ഒപ്പം തന്നെ ജനകീയമായ ഒരു വളരെ വേരോട്ടമുണ്ട്. അദ്ദേഹത്തിൻ്റെ പിതാവിനുൾപ്പെടെ മണ്ഡലത്തിൽ ഉടനീളമുള്ള ബന്ധം. അതിനപ്പുറത്തേക്ക് എല്ലാ വീടുകളിലും മുകേഷിനെ അറിയാം, മുകേഷ് എന്ന സിനിമാ താരത്തെ അറിയാം. ഇതിനപ്പുറത്തേക്ക് ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യം മുകേഷിന്. ഒരു രാഷ്ട്രീയ നേതാവിനെ രംഗത്തിറക്കിയാൽ ഒരുപക്ഷെ പരിചയപ്പെടുത്തേണ്ടി വരും. മുകേഷ് എന്ന പേര് മാത്രം മതി. മുകേഷിൻ്റെ സിനിമകളും മുകേഷിൻ്റെ ദൃശ്യങ്ങളും ചിത്രങ്ങളും ഒക്കെ ഓരോ വോട്ടറുടെയും മനസ്സിലേക്ക് എത്തും. അതാണ് CPM-നെ സംബന്ധിച്ചിടത്തോളം, LDF-നെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുക്കാത്തതിൻ്റെ ഒരു കാരണവും. ഏതായാലും സ്ഥാനാർത്ഥിയെ പരിചയപ്പെടുത്തേണ്ടതില്ല. സ്ഥാനാർത്ഥിക്ക് എതിർപ്പില്ല. മറ്റ് വികസന പ്രവർത്തനങ്ങൾ സജീവമായിട്ടുണ്ട്. കഴിഞ്ഞ മണ്ഡലത്തിൽ തന്നെ സംസ്ഥാന സർക്കാർ വലിയ രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട്. ഇതൊക്കെ ഉയർത്തി കാണിച്ചുകൊണ്ട് വികസന നായകൻ എന്ന ഒരു പ്രതിച്ഛായ മുകേഷിന് ഉണ്ടാക്കാനുള്ള ശ്രമം LDF തുടക്കം മുതൽ തന്നെ ഉണ്ട്. ആ ഒരു ശ്രമം LDF-ന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. ഏതായാലും ആ തരത്തിലുള്ള കാര്യങ്ങളാണ് LDF-ന് ഗുണകരമാകുക എന്ന പ്രതീക്ഷ LDF ക്യാമ്പ്. ഏതായാലും വലിയ പ്രതീക്ഷയോടെ തന്നെയാണ് മുകേഷ് ലോക്സഭാ മണ്ഡലത്തിൽ UDF-ന്റെ സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിക്കുന്നത്. ശരി, മുകേഷിന്റെ ജനകീയത, അവിടെ നടത്തിയ വികസനങ്ങളെല്ലാം തന്നെ വോട്ടായി മാറുമോ എന്ന് മാത്രമാണ് ഇനി അറിയേണ്ടത്. അടുത്ത സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് കൃഷ്ണകുമാറാണ്. ഒടുവിൽ കൊല്ലം മണ്ഡലത്തിലെത്തിയതാണ് BJP സ്ഥാനാർത്ഥി. പക്ഷേ ഇതോടെ BJP NDA ക്യാമ്പ് ഇപ്പോൾ ആവേശത്തിലാണ്. BJP ജില്ലാ സംസ്ഥാന നേതൃത്വങ്ങളുടെ പട്ടികയിൽ തിരുവനന്തപുരം സ്വദേശിയായ കൃഷ്ണകുമാറിന്റെ പേര് ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. ദേശീയ നേതൃത്വം വഴിയാണ് BJP സംസ്ഥാന സമിതി അംഗം കൂടിയ കൃഷ്ണകുമാർ എത്തുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥിയായിരുന്നു കൃഷ്ണകുമാർ. തികഞ്ഞ വിജയ പ്രതീക്ഷയിൽ തന്നെയാണ് കൃഷ്ണകുമാറും ഉള്ളത്. എപ്പോഴും നമ്മളൊരു ഇലക്ഷനോ അല്ലെങ്കിൽ ഒരു യുദ്ധത്തിന് പോകുമ്പോൾ 100% വിജയത്തോടെ തന്നെ നമ്മൾ പോകണം. ജയിക്കാനായി തന്നെ ഇറങ്ങണം. ജയിക്കാനെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു അട്ടിമറി വിജയത്തിന് സാധ്യതയുള്ള ഒരു മണ്ഡലമാണ് കൊല്ലം. ദിലീപ് ദേവസിയുണ്ട്. ദിലീപ്, ഒരു MP-യെ, ഒരു MLA-യെ നേരിടാൻ കൃഷ്ണകുമാറിനെയാണ് NDA ഇറക്കിയിരിക്കുന്നത്. സാമുദായിക സമവാക്യങ്ങളെല്ലാം തന്നെ കൃത്യമാണ്. തിരുവനന്തപുരത്ത് നിന്നും കൊല്ലത്തെത്തി അദ്ദേഹം കളം പിടിച്ചു കഴിഞ്ഞു. ഇന്നലെ ചെറിയ തോതിലുള്ള സംഘർഷങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നല്ലോ. പ്രചാരണം ഇപ്പോൾ ഏത് രീതിയിലാണ് കൃഷ്ണകുമാറിന്റെ മുന്നോട്ട് പോകുന്നത്? വിനീത, ലേറ്റാ വന്നാലും ലേറ്റസ്റ്റാ വരുമെന്നാണ് കൃഷ്ണകുമാർ തുടക്കത്തിൽ തന്നെ പറഞ്ഞത്. അതായത് 2 സ്ഥാനാർത്ഥികൾ, ഇടത് വലത് മുന്നണി സ്ഥാനാർത്ഥികളുടെ 2ാം ഘട്ട പ്രചരണം തുടങ്ങിയപ്പോഴാണ് NDA സ്ഥാനാർത്ഥിയായ കൃഷ്ണകുമാർ ഇവിടെ എത്തുന്നത്. അദ്ദേഹത്തോട് വൈകിയോ എന്ന ചോദ്യത്തിനായിരുന്നു ഇത്തരത്തിലുള്ള ഒരു മറുപടി പറഞ്ഞത്. അദ്ദേഹം പറയുന്നത് ഇത്തവണ ഈ വിജയം ഈ NDAക്ക് തന്നെയായിരിക്കും, താമര വിരിയിക്കുമെന്നുള്ള ഉറപ്പാണ് അദ്ദേഹം നൽകുന്നത്. കൂടാതെ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടിയിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോലും കൊല്ലത്തേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതിനുവേണ്ടിയുള്ള നിർദ്ദേശം അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടതിനനുസരിച്ച് അദ്ദേഹം വരുമെന്നും ഉള്ള ഒരു ഉറപ്പും കൃഷ്ണകുമാറിന് നൽകിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. നേരത്തെ അല്ലമീനും റോഷിപ്പാലും പറഞ്ഞെടുത്ത് വെച്ച് പറയുകയാണെങ്കിൽ ഈ 7 നിയമസഭാ മണ്ഡലങ്ങളിൽ 2ാം സ്ഥാനത്ത് നിൽക്കുക, BJPക്ക് 2ാം സ്ഥാനത്തുള്ള കിട്ടുന്ന ഒരു മണ്ഡലമാണ് ചാത്തന്നൂർ. അവിടെ നിന്ന് ഏറ്റവും കൂടുതൽ വോട്ടുകൾ ഒരുപക്ഷെ ഈ പറയുന്ന BJPക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. കൂടാതെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ദുർബലരായ സ്ഥാനാർത്ഥികളെ ആയിരുന്നു 2014-ലും 2019-ലും BJP ഇവിടെ കളത്തിലിറക്കി െങ്കിൽ ഇത്തവണ 4 ആൾ അറിയുന്ന ഒരു സ്ഥാനാർത്ഥിയെ തന്നെ, സിനിമാ നടനെ തന്നെയാണ് ഇറക്കിയിരിക്കുന്നത്. കൂടാതെ ഇതിൽ യുവാക്കൾക്ക് ഏറ്റവും കൂടുതൽ സുപരിചിതനാണ് കൃഷ്ണകുമാർ. കൃഷ്ണകുമാറിൻ്റെ മക്കളടക്കം സമൂഹ മാധ്യമങ്ങളിൽ വലിയ തോതിൽ താരങ്ങളാണ്. അവർ അവരുടെ കുടുംബകാര്യങ്ങളും മറ്റെല്ലാം കൊണ്ടും ഇവരെ ഏറ്റവും കൂടുതൽ, ഇപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞിരിക്കുന്നത് താൻ വോട്ട് ചോദിച്ച് ഓരോ സ്ഥലത്തെത്തുമ്പോൾ തനിക്കിരിക്കുന്നത് തൻ്റെ മക്കളുടെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നതിലൊരു സന്തോഷമുണ്ട്. അങ്ങനെ താൻ സിനിമയിലുള്ളതിനേക്കാൾ കൂടുതൽ തനിക്ക് സമൂഹ മാധ്യമങ്ങളിൽ നിന്നുള്ള ഒരു പ്രീതി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ആണെങ്കിൽ അദ്ദേഹത്തിന് വലിയ തോതിലുള്ള ഒരു ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പറ്റുന്നുള്ളൊരു ഉറപ്പ് അദ്ദേഹം പറയുന്നുണ്ട്. ആ കാര്യത്തിലാണ് അദ്ദേഹത്തിന് ഉറപ്പ് നൽകുന്നത്. സിനിമാ നടന്മാരായ ഞങ്ങൾ 2 പേര് സിനിമയിൽ അഭിനയിക്കുന്നു, പ്രേമചന്ദ്രൻ രാഷ്ട്രീയത്തിൽ അഭിനയിക്കുന്നു എന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. വെല്ലുവിളിക്കുകയാണെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ എന്തിനാണ്, ആരാണ് ഇവരുടെ പ്രധാനമന്ത്രി എന്നാണ് ഇവർ ചോദിക്കുന്നത്. മുകേഷിൻ്റെ പ്രധാനമന്ത്രി ആരാണ്, അതുപോലെ തന്നെ NK പ്രേമചന്ദ്രൻ്റെ പ്രധാനമന്ത്രി ആരാണെന്നുള്ള നിങ്ങൾ ചോദിക്കണമെന്നാണ് ഓരോ വീട്ടിലെത്തുമ്പോഴും കൃഷ്ണകുമാർ ചോദിക്കുന്നത്. അവർക്ക് തന്നെ 2 പേർക്കും ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയുള്ളൂ. പക്ഷേ തങ്ങൾക്കുള്ളത് ഇപ്പോഴത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. അദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ് തങ്ങളെല്ലാം നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടിക്ക് താൻ ഒപ്പമുണ്ട്, ഉറപ്പായി താൻ ഒപ്പമുണ്ട് എന്നുള്ള വാഗ്ദാനമാണ് ഈ കൊല്ലംകാർക്ക് കൊടുക്കുന്നത്. കൂടാതെ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം, യുവാക്കളുടെ പ്രതീക്ഷകൾ, യുവാക്കളുടെ സജഷൻസ് വെച്ചിട്ടാണ് ഇനിയുള്ള വികസനങ്ങൾ. വെറും പൊള്ളയായ വാഗ്ദാനങ്ങൾ നൽകാതെ വേണ്ട കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് അവരുടെ കാര്യങ്ങളിലേക്ക് ഇടപെട്ട് അങ്ങനെയുള്ള ഒരു വികസനങ്ങൾ നൽകുന്നതിന് വേണ്ടിയിട്ടായിരിക്കും BJP
ഉമ്മൻചാണ്ടി തന്നെ പ്രചാരണ ആയുധമാക്കുകയാണ്. ഏതായാലും കൊല്ലത്ത് പ്രചാരണം ഉച്ചസ്ഥായിയിൽ തന്നെയാണ്. NK പ്രേമചന്ദ്രൻ ഹാട്രിക് നേട്ടത്തിനായി ഇറങ്ങുന്നു. MLA-യിൽ നിന്നും MP ആയി മാറുന്നതിന് വേണ്ടി മുകേഷും അവിടെ പ്രചാരണം ശക്തിയാക്കിയിട്ടുണ്ട്. ഒപ്പം കൃഷ്ണകുമാർ എത്തിയിരിക്കുന്നു. ഒരു MP-യെയും MLA-യും നേരിടാൻ NDA കൃഷ്ണകുമാറിനെ തന്നെ ഇറക്കിക്കൊണ്ട് കളം പിടിക്കാനുള്ള ശ്രമത്തിലുമാണ്. കൊല്ലത്തെ പ്രചാരണ ചൂട് കൊഴുക്കുകയാണ്.